ഒരു TVA വേഴ്സസ് KVA കാണാനുള്ള ചാൻസ് 9v10 ഒരു 9v10 ഫൈറ്റ് കാണാനുള്ള എല്ലാ ചാൻസസും നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുണ്ട്. കാർലോ നയിക്കുന്ന KVAയും നീലകണ്ഠ നയിക്കുന്ന തലയെവിട്ടും അധോലോകം തമ്മിലുള്ള ബാറ്റിൽ ഒരു 9 വേഴ്സസ് 10 കാണാൻ തോന്നുന്നു. നമ്മൾ ഇവിടെ ഒരു ഫൈറ്റ് കമ്മിറ്റ് ആയാൽ TVA വേഴ്സസ് KVA ഫൈറ്റ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരുപാട് നാൾക്ക് ശേഷം ഒരു ടൂർണമെന്റിലാണ് TVA വേഴ്സസ് KVA ഫൈറ്റ് വരുന്നത്. അതെ അതെ, നമ്മളെല്ലാം എക്സൈറ്റഡ് ആണ്. എന്ത് ഔട്ട്കം ആണെങ്കിലും ഒരു നല്ലൊരു ഫൈറ്റ് തന്നെ നമ്മൾ കാണും ഇവിടെ. ഇതുവരെ കണ്ടില്ലെന്നല്ല, ഇത് ഇനി നമ്മളൊരു കാണാൻ പോകുന്നത് കുറെ നാൾക്ക് ശേഷം കാണുന്ന ഒരു ഫൈറ്റ് ആണ്. പണ്ടൊക്കെ എപ്പോഴും കണ്ടോണ്ടിരുന്ന ഒരു ഫൈറ്റ് ആണ് കെ വേഴ്സസ് സ്റ്റീവെങ്കി. ഇപ്പൊ നമുക്ക് അങ്ങനെ കാണാൻ പറ്റാതില്ല. ഈ ടൂർണമെന്റിൽ നമ്മളിപ്പോ കാണാൻ പോവുകയാണ്. സോ അതിന്റെ എക്സൈറ്റഡ് നമ്മൾ. ലെറ്റ്സ് ഗോ. സോ KVയുടെ വൺ ഓഫ് ദ ലൈനപ്പ് ആണ് SSB ശരവണവൻ ബോയ്സ് വേഴ്സസ് തലയെവിട്ടും അധോലോകം. നമുക്ക് നോക്കാം. പഴയ കാര്യങ്ങളിലേക്കൊന്നും എനിക്ക് എന്തായാലും പുറകിലോട്ട് ആലോചിക്കാൻ എന്തായാലും ഒട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. KVA വേഴ്സസ് TVA എന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഉറക്കത്തിൽ നിന്ന് ജെട്ടിയിട്ടിരുന്ന ദിവസങ്ങളായിരുന്നു എനിക്ക്. അതിലേക്കൊന്നും എനിക്ക് ആലോചിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. നമുക്ക് ഈ ഒരു ടൂർണമെന്റ് ഫൈറ്റിലേക്ക് പോവാം. ഹിയർ വി ഗോ. TVA വേഴ്സസ് KVA. സ്റ്റിൽ 6 ടീമുകൾ നമുക്ക് ബാക്കിയുണ്ട്. BBQ versus maybe BB. That's a good. Okay, BBQ versus BB നടക്കാൻ. TVA versus KVA ആവോ? നമുക്ക് നോക്കാം. KVA തൊട്ടുമേളത്തെത്തി. KVA versus TVA. ഡോർക്കി അവിടെ ഫസ്റ്റ് നോക്കിടുന്നു. ഡോർക്കി ഒരു നോക്ക്. BB ഭരതനാണ്. BBQ ടെക്സ്റ്റ്. വില്ലുമോൻ അടുത്തൊരു നോക്കിടുന്നു. വില്ലുമോൻ അടുത്തൊരു നോക്കിടുന്നു. വില്ലുമോൻ 2 നോക്കിട്ടിരിക്കുന്നു. രണ്ട് നോക്ക്. വില്ലു പ്രൊഫസർ അടുത്ത് നോക്ക്. നീലകണ്ഠൻ അടുത്ത് നോക്ക്. ആൻഡ് ഇവിടെ DNA കറക്റ്റ് സമയത്ത് തേർഡ് പാർട്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ ഹിറ്റാച്ചി അടുത്തൊരു നോക്കിടുന്നു. സ്റ്റീവ് അസ്രേൽ അവിടെ നോക്കിടുന്നു. നീലകണ്ഠൻ അവിടെ നോക്കിടുന്നു. KVA അവിടെ വൈപ്പായിരിക്കുന്നു. TVA ഒരു കാഷ്വാലിറ്റി പോലും ഇല്ലാതെ KVA അവിടെ അടിച്ച് ഫിനിഷ് ഓഫ് ആക്കി വിടുന്നു TVA. ആൻഡ് കറക്റ്റ് സമയത്ത് അവർ ബാക്കപ്പ് ആയിട്ടുണ്ട്. TVയുടെ സൈഡിൽ നോക്കുവാണെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള കറക്റ്റ് ടൈംലി കോള് വിളിച്ചുള്ള കളി എന്ന് തന്നെ പറയേണ്ടി വരും. കറക്റ്റ് സമയത്ത് അവർ റിഡ്ജിൽ പോയി ഹീലെടുത്ത് ബാക്കപ്പ് ആയി അവിടെ KVA എലിമിനേറ്റ് ചെയ്തതിനു ശേഷം TVA വേഴ്സസ് DNA 4 ടീമുകൾ മാത്രം ബാക്കി. TVA വേഴ്സസ് DNA നോക്കുകയാണെങ്കിൽ DNA വേഴ്സസ് KVA നടക്കുന്ന സമയത്ത് തന്നെ ഫൈറ്റ് എടുത്തോണ്ടിരുന്ന സമയത്ത് തന്നെ DNA ഒന്ന് ബാക്കിലോട്ട് ഇറങ്ങുന്നു. ആ ടൈം തന്നെ TVA ഒന്ന് കയറി KVA ഫൈറ്റ് എടുക്കുമ്പോൾ തന്നെ DNA വീണ്ടും ഒരു തേർഡ് പാർട്ടി എടുക്കാൻ വേണ്ടി വീണ്ടും വരുന്നു. പക്ഷെ ആ ഒരു KVA ഫുൾ ഡൗൺ ആയ സമയത്ത് തന്നെ ആ പെർഫെക്റ്റ് ടൈമിൽ തന്നെ TVA എന്തായാലും ഹെൽത്തും എല്ലാം കുറവാണ്. സോ നമുക്ക് ബാക്ക് കുറച്ചൊന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഒരു ഏരിയ ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്യാന്നുള്ള ഒരു നല്ലൊരു കോൾ ഔട്ട് വന്നു. അതേപോലെ തന്നെ സംഭവിച്ചു. അല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഇതൊരു TVAക്ക് പ്രശ്നമായ തന്നെ. കറന്റ് കില്ല് നോക്കുവാണെങ്കിൽ 29 കില്ലായിട്ട് തലയെവിട്ടും അധോലോകമാണ് ടോപ്പ് ഓഫ് ദ ലോബി എന്ന് പറയുന്നത്. 29 ഫ്രാഗ് ആയിട്ട് തലയെവിട്ടും അധോലോകം ടോപ്പിൽ നിൽക്കുന്നു. അതിന്റെ തൊട്ട് താഴെ ഇനി BVQ മാത്രമാണ് TVAക്ക് ഒരു കോമ്പറ്റീഷൻ ആയിട്ട് എലൈവ് ആയിട്ടുള്ളത്. RSL7 ആയിരുന്നു. RSL7 ഓൾറെഡി വൈപ്പ് ആയതുകൊണ്ട് 16 കില്ലോട് കൂടി RSL7 വൈപ്പ് ആയിരുന്നു. അതുകൊണ്ട് കറന്റ് TVA ആണ് 29 ഫ്രാഗോട് കൂടി ടോപ്പ് ഓഫ് ദ ഇത്. അപ്പോൾ TVA കറക്റ്റ് സമയത്ത് ബാക്ക് ഓഫ് ദ സോണിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് സോണിൽ കയറി കളിക്കുക. BBQ BBനെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ BBQയോടെ